അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിർസത്തെ ഹബീബ്മാരെ, ഞങ്ങൾ എല്ലാ ആൾമാരും ആഗ്രഹിക്കുന്നത് സ്വർഗത്ത് പോയിട്ടിക്കിടും. ഞങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ആഗ്രഹിക്കണേ നാളെ മഹ്ശറക്ക് എത്തുമ്പോൾ സ്വർഗത്തിൽ ഒന്ന് എത്തിക്കിട്ടണുണ്ടായിട്ടിക്കിട്. അതുകൊണ്ടായിട്ടിക്കിട് റമദാൻ പറയുമ്പം അല്ലാത്ത തിങ്കളിലും നോമ്പ് പിടിച്ചിട്ടും നല്ല നല്ല ഇബാദത്ത് എടുത്തിട്ടും സ്വർഗത്ത് പോകൂ. കാരണം അവിടെ എനിക്കത്തെ എന്തെല്ല അവകാശങ്ങളും ഇബാദത്തുകളുണ്ടാ ഇതെല്ലാം ബുദ്ധിയുന്ന മനുഷ്യന്മാർ ആക്കിക്കൊണ്ടിരിക്കടാറ്. കാരണം സ്വർഗത്ത് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ ഇല്ല ചൊല്ലുള്ളതായിട്ട് എല്ലാവന്മാരുടെ ആഗ്രഹം. അതേ സമയത്ത് നാല് വിഭാഗ ആൾമാരെ സ്വർഗമേ ആഗ്രഹിച്ചുകൊണ്ടുണ്ടു. ആ നാല് വിഭാഗ ആൾമാർ എവിടെയുള്ളാറിട്ട് ഞങ്ങൾ ഉറക്ക സ്വർഗത്ത് വന്ന് കിട്ടട്ട് ചെന്നിട്ടോ സ്വർഗമേ കാക്കടങ്കത്തെ നാല് വിഭാഗ ആൾമാരുള്ളാറ് അങ്ങ് 6 ചൊല്ലുള്ളതായിട്ടിക്കട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ചർച്ചയാக்கிறோம். മഹാന്മാരെ പഠിപ്പാട്ടാറ് അൽ ജന്നത്ത് മുഷ്താഖത്തുൻ ഇല അർബഅത്തി നഫരിൻ. 4 വിഭാഗ ആൾമാരെ സ്വർഗം കൊതിച്ചുകൊണ്ടിക്കിട്, ആഗ്രഹിച്ചുകൊണ്ടിക്കിട്. ഒന്നാമത്തെ വിഭാഗം താലിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതിറങ്ങിയത്തെ മനുഷ്യന്മാരെ സ്വർഗ ആഗ്രഹിച്ചുകൊണ്ടിക്കിട്, സ്വർഗ കാത്തുകൊണ്ടിക്കറുണ്ട് മഹാന്മാർ നമുക്ക് പരിപാടി തണ്ടാറ്. കാരണം എന്ത് ചെയ്യുന്നെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുർദു വളരെയധികം പുണ്യമുള്ളെങ്കിലത്തെ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് റമദാൻ തിങ്കളിൽ എന്തായാലും പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുകൊടുത്തു. അത് നാളെ ഖിയാമത്ത് നാളിൽ എത്തുമ്പോൾ ഖുർആൻ ഓതിയ ആൽമാർക്ക് ഖുർആൻ ഷഫാത്താക്കിയിട്ട് സ്വർഗത്ത് കൂട്ടി പോകുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടുണ്ടെങ്കിൽ അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബറദ. ഖുർആൻ ഓതുറതുൽ നൈപുണ്യത്തുള്ള ആൽമാർ, നിപുണന്മാരായ ആൽമാർ അങ്ങനെ പരലോകത്ത് എത്തുമ്പോൾ സ്വാലിഹീങ്ങളെ കൂടെ ഇക്കിടാറ് സ്വർഗത്തിലുണ്ട്. ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഓതുകൂ നിപുണത്തെ കിട്ടുണ്ടായെങ്കിൽ ധാരാളം ഖുർആൻ ഓതുറതായിട്ടിക്കട്. പിന്നെ ഹദീസിൽ കാണ്ട് അലിഫ് ലാം മീം ചൊന്നിട്ട് പുറത്ത് ഓതിയുണ്ടായെങ്കിൽ അതൊരു അക്ഷര ഓതിയ കൂലിയല്ല. അലിഫ് ബേരമേ അക്ഷര, ലാമ് ബേരമേ അക്ഷര, മീമ് ബേരമേ അക്ഷര. അപ്പോൾ ഒരു അലിഫ് ലാം മീം ഓതുമ്പോൾ 3 അക്ഷര ഓതിയ കൂലിയിട്ട് ഹബീബായ തങ്ങൾ പഠിപ്പാടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിരന്തരമായിട്ട് ഖുർആൻ ഓതിറങ്ങിയത്തെ മനുഷ്യന്മാരെ സ്വർഗ ഉറക്കങ്ങനെ എൻ്റെ മുട്ട ബറട്ട് ചൊന്നിട്ടു കൊതിച്ചുകൊണ്ടിക്കറുണ്ട്. ഹബീബായ തങ്ങൾ ചൊന്നെങ്കിത്തെ ഒന്നാമത്തെ വിഭാഗ ആൽമാറായിട്ടിക്കട് ഖുർആൻ ഓതുര ആൽമാർ. സ്വർഗമേ കൊതിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ രണ്ടാമത്തെ വിഭാഗ വഹാഫിളിൽ ലിസാൻ, നാവുടെ സൂക്ഷിക്കിട ആൽമാറായിട്ടിക്കിട, നാവുടെ കാത്തു സലാമത്താക്കിട ആൽമാർ. കാരണം എന്തേ, ഒരു മനുഷ്യരെ അപകടവും ഒരു മനുഷ്യർ വിജയവും പരാജയവും തീരുമാനിக்கிறവനെ നാവായിട്ടിക്കിട്. നാവ് നല്ല ദിക്റിൽ നല്ല ഖുർആനോത്തുള്ള സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ കഥകളും ചരിത്രങ്ങളും ചെന്നിട്ടോ നാവ് ആർക്കും ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ നല്ല കാര്യങ്ങൾ ജീവിക്കുന്നുണ്ടായെങ്കിൽ ആ നാവുടെ ഉടമസ്ഥനായ വ്യക്തി സ്വർഗത്ത് പോണ്ട. ഇനി നാവുടെ സംരക്ഷിക്കാണ്ട് ആ നാവിൽ ഫിത്ന ചെന്നിട്ടു, ഫസാദ് ചെന്നിട്ടു, കളവ് ചെന്നിട്ടു, ഗീബത്ത് ചെന്നിട്ടു, ഹറാമ് ചെന്നിട്ടു പറഞ്ഞിട്ട് അങ്ങനെ മനുഷ്യന്മാർക്ക് ഉപദ്രാക്കിയിട്ടും അള്ളാഹു വിരോധിച്ച കാര്യത്തിൽ നാവിടെ ഉപയോഗിക്കണമെങ്കിൽ മനുഷ്യനായിട്ടുണ്ടെങ്കിൽ അവന് ഇത്ര നരകത്ത് കയറ്റിക്കട്. അപ്പം 6 അവൻ്റെ നാവിടെ സൂക്ഷിക്കട. ഹറാമിടെ തൊട്ടു, കറാഹത്ത് തൊട്ടു, ബെടക്ക് കാര്യങ്ങളെ തൊട്ടു നാവിടെ കാക്കടാണ് അവൻ്റെ സ്വർഗ കൊതിക്കറുണ്ടായിട്ട് നബി തങ്ങൾ ചൊല്ലി. പിന്നെ ഒരു ഹദീസിൽ ഇങ്ങനെ കണ്ട് മൻ യദ്മൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യ അവൻ്റെ പല്ലുടെ ജാടയുടെ നടുവിലുള്ള ഒരു വസ്തു, ആ വസ്തുവിനെ സംബന്ധിച്ച് എന്നൊക്കെ ജാമീൻ നിൽക്കറുണ്ടായെങ്കിൽ സ്വർഗം എന്നാണ് അവനക്ക് ജാമീൻ കൊടുക്കാറുണ്ടായിട്ടിക്കട്. പല്ലുടെ ജാട ഉണ്ടല്ലോ, ജാട പല്ലുടെ നടുവിലുള്ളതായിട്ടിക്കട് നാവു. ആ നാവു നാവ് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആക്കില്ല, ഒരു ഹറാമിയത്തും ഞാൻ ആക്കില്ല ചെന്നിട്ടു ഓർത്തനക്ക് ജാമീൻ നിൽക്കറുണ്ടായെങ്കിൽ അവനക്ക് സ്വർഗം കൊണ്ട് നാണ് ജാമീൻ നിൽക്കറ 100% നല്ല മനുഷ്യർക്കെത്തുമ്പോൾ അവനക്ക് നാണ് സ്വർഗം എടുത്തിട്ട് അള്ളാഹുവിൽ നിന്നിട്ട് സ്വർഗം എടുത്തിട്ട് കൊടുക്കാറുണ്ടായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെന്നിട്ടുണ്ടായെങ്കിൽ അങ്ങനെ നാവുടെ സൂക്ഷിക്കട ആൽമാർക്കും സ്വർഗ കൊതിച്ചുകൊണ്ടിരിക്കണ്ടായിട്ടിക്കടെ. അപ്പോൾ സ്വർഗ കൊതിക്കണമെങ്കിൽ രണ്ടാമത്തെ വിഭാഗ നാവുടെ സൂക്ഷിക്കടെ, നാവുടെ കാക്കട ആൽമാറായിട്ടിക്കട്. സ്വർഗമേ ആഗ്രഹിക്കണമെങ്കിൽ സ്വർഗമേ കൊതിക്കണമെങ്കിൽ മൂന്നാമത്തെ വിഭാഗ വമുത്തുഇമിൽ ജിആൻ, പൈച്ച ആൽമാർക്ക് ഭക്ഷണം കൊടുക്കടെ ആൽമാർക്ക് സ്വർഗം ആഗ്രഹിക്കരുതിട്ടിക്കട. കാരണം പൈച്ചങ്ങൾക്ക് ഭക്ഷണം കൊടുക്കടെ, പാവത്തങ്ങൾക്ക് ഫുഡ് കൊടുക്കടെ ചൊല്ലുകൊടുത്തു. അത് ചെറിയ വിഷയമല്ല. ഹബീബായ തങ്ങ വളരെയധികം പ്രോത്സാഹനാക്കിയെങ്കിൽ ഒരു വിഷയത്തിക്കട്. വിശുദ്ധമായ ഖുർആൻ വളരെ അധികം പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ഒരു കാര്യം പാവപ്പെട്ട ആൽമാർക്ക്, ഫക്കീറന്മാർക്ക്, മിസ്കിന്മാർക്ക്, പൈച്ച ആൽമാർക്ക് ഫുഡ് കൊടുക്കരുത്. ഖുർആനും ഹദീസും എല്ലാം പ്രേരേപണ നൽകിയെങ്കിൽ നല്ല പ്രോത്സാഹിക്കെങ്കിൽ ഒരു കാര്യമായിട്ട്
ആയിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിൽ ചൊല്ലതായിട്ട് കണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നിങ്ങൾ സലാമത്തോടുകൂടെ നിങ്ങൾ സ്വർഗത്ത് കിടക്കും മനസ്സിന്നുണ്ടായെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആക്കണം. അതിൽ കൂട്ടത്തിൽ സലാം ചൊല്ലണോ, അതുപോലെ കുടുംബ ബന്ധത്തെ മുറിക്കു തീറ പുലർത്തണോ, അങ്ങനെ ചൊന്നിട്ടൊരു എനിക്കിതൊരു വിഷയമായിട്ടിക്കട്. നിങ്ങൾ ഭക്ഷണ ബാക്കി ആൾമാർക്ക് ഭക്ഷിപ്പിച്ച് കൊടുക്കറോ, ഫുഡ് അറേഞ്ച്മെൻ്റ് ആക്കി കൊടുക്കറോ ചൊന്നിട്ടോ ഹബീബായ തങ്ങൾ ചൊന്നിട്ടുണ്ടായെങ്കിൽ ഈ ഒരു കാര്യ ഭക്ഷണം പാവപ്പെട്ട ആൾമാർക്ക് പൈച്ച് തെക്കിടക്കാത്ത ആൾമാർക്ക് ഞങ്ങളെ കുടുംബത്തിലേറ്റിക്കോ, ഞങ്ങളെ നിറകറിലേറ്റിക്കോ, ഞങ്ങളെ സമുദായത്തിലേറ്റിക്കോ, ഞങ്ങളെ പ്രായത്തിലേറ്റിക്കോ പൈച്ച് തെക്കിടങ്കിത്ത ആൾമാർ ആ ആൾമാർക്ക് ഫുഡ് എത്തുപാട്ടി കൊടുക്കണമെങ്കിൽ സ്വറ ആ സ്വറ ആക്കിടങ്കത്തെ ആ നല്ല മനുഷ്യന്മാരെ സ്വർഗമേ ആഗ്രഹിച്ചുകൊണ്ടും കൊതിച്ചുകൊണ്ടും ഇക്കറുണ്ട് പൊന്നാറ ഹബീബായ തങ്ങൾ പടിപ്പാട്ടിയത്. ഇത് മൂന്നാമത്തെ വിഭാഗമായിട്ടിക്കട്. സ്വർഗമേ ആഗ്രഹിക്കണമെങ്കിൽ നാലാമത്തെ വിഭാഗ വസ്വായിമീന ഫി ഷഹരി റമലാൻ. റമലാൻ തിങ്ങളിൽ അള്ളാഹുവിനായിട്ട് നോമ്പ് നോക്കണമെങ്കിൽ നോമ്പ് പിടിക്കണമെങ്കിൽ ആൾമാരെ സ്വർഗ ആഗ്രഹിക്കുന്നുണ്ടായിട്ട്. കാരണം നോമ്പ് ചൊല്ലുകൊടുത്തൊരു രഹസ്യമായെങ്കിൽ തുറ ഇബാദത്തായിട്ട് അത് എല്ലാ ആൾമാർക്കും കുന്താവില്ല. ഇപ്പം ನಾನು നോമ്പ് പിടിച്ചിട്ട് എൻ്റെ മുട്ട ഇന്നാൾമാർക്ക് കുന്താവുണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുന്താവുണ്ടില്ല. കാരണം നിങ്ങൾ ആറുമില്ലാത്ത ടൈമിൽ തന്നെ കുടിച്ചിട്ട് ഫുഡ് തിന്നേണ്ടി ചൊല്ലുക സാധ്യമില്ലല്ലേ. അതേ സമയത്ത് നോമ്പ് ചൊല്ലുകൊടുത്തു പടച്ച റബ്ബും ആ മനുഷ്യരും നടുലുള്ളെങ്കിൽ തുറ വിഷയിട്ടിക്കട് അള്ളാഹു റബ്ബുൽ ചെന്നവർ പലക്കൊണ്ടു അസൗമുലി വ അനാജിസി ബിഹി. നോമ്പ് ചൊല്ലുകൊടുത്ത് നക്കുള്ളതായിട്ടിക്കട് ആ നോമ്പ് പ്രതിഫലം കൊടുത്ത് നാണയിട്ടിക്കറുണ്ട് അള്ളാഹു ചെന്നിട്ടുണ്ടായെങ്കിൽ. എല്ലാ ഇബാദത്തും നിസ്കാര ഹജ്ജ് അടക്കമുള്ള എല്ലാ ഇബാദത്തും റബ്ബുകയല്ലേ, എല്ലാ ഇബാദത്തും കൂലി കൊടുക്കുന്ന റബ്ബയല്ലേ. അതേ സമയത്ത് നോമ്പിടെ മാത്രം പ്രത്യേകിച്ച് എടുത്ത് ചൊല്ലുമില്ല. കാരണം ഇപ്പോൾ ഹജ്ജ് പോകണുണ്ടായെങ്കിൽ മക്കത്ത് പോകേണ്ടത് എല്ലാവർക്കും കാണ്ട്, നിസ്കരിക്കുന്നുണ്ടായെങ്കിൽ ആ നിസ്കരിക്കരുത് മനുഷ്യന്മാരഞ്ഞ് മുട്ടിന്ന ആൾമാർക്ക് കാണ്ട്. അതേ സമയത്ത് നോമ്പ് നീയത്തോടു കൂടി നോമ്പ് പിടിക്കരുത്, അത് മുട്ടിന്ന മനുഷ്യന്മാർക്കും കുത്തില്ല. അത്രയും രഹസ്യമായ ഒരു ഇബാദത്തായിട്ടിക്കട. അതുകൊണ്ട് ഇട്ടിക്കട റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു ചൊന്നരെ നോമ്പ് ചൊല്ലുന്നത് നക്കുള്ളതായിട്ടിക്കറ നാനായിട്ടിക്കറ പ്രതിഫലം കൊടുക്കണേ. അത്രയും രഹസ്യമായെങ്കിൽ തുറ ഇബാദത്ത് നോമ്പായിട്ടിക്കറുണ്ടായിട്ടിക്കട. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് സ്വർഗത്ത് എത്തിണ്ടായെങ്കിൽ ആ സ്വർഗത്തിലൊരു ബായിലിക്കട്, ആ ബായിലെ പേരായിട്ടിക്കട് റയ്യാണ്. ആ റയ്യാൻ ചൊല്ലുടെ ബായിൽ സ്വർഗത്ത് കിടക്കുന്ന മനുഷ്യന്മാർ ആരെന്ന് കേട്ടിട്ടുണ്ടായെങ്കിൽ എല്ലാ ആൾമാർക്ക് ഹജ്ജ് പോയോണു നിസ്കരിച്ചോണു ആ ഡോറിൽ പോകാവില്ല, നോമ്പ് പിടിച്ചോണു മാത്രമായിട്ടിക്കട് ആ ഒരു ഡോറിൽ പോകണമെങ്കിൽ എൻട്രി കിട്ടുണ്ടായെങ്കിൽ അത്രയും പ്രതിഫലമുള്ളെങ്കിൽ റമദാൻ്റെ നോമ്പായിട്ടിരിക്കുന്ന അങ്ങ് വന്നിട്ടുള്ളേ. പരിശുദ്ധമായ സ്വർഗ ആഗ്രഹിക്കണമെങ്കിൽ 4 വിഭാഗത്തെ ആൾമാർ ഖുർആൻ ഓതുടങ്ങ, നാവിടെ കാക്കിടങ്ങ, പൈച്ച ആൾമാർക്ക് ഫുഡ് കൊടുക്കിടങ്ങ, റമദാൻ തിങ്ങളിൽ അള്ളാഹുബിനായിട്ട് നോമ്പ് പിടിക്കിടങ്ങ. ഈ 4 വിഭാഗത്തിലും പെടുകയും നാനും നിങ്ങളും ട്രൈ ആക്കുക. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു അതൊക്കെ തൗഫീക്ക് തരട്ടെ. പരിശുദ്ധമായ സ്വർഗം കാക്കിടങ്കത്തെ ആഗ്രഹിക്കിടങ്കത്തെ കൊതിക്കിടങ്കത്തെ ആൾമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാ ആൾമാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഉമ്മ അബ്ബ എലങ്ങ മൂത്തങ്ങ കുടുംബത്തങ്ങ പെഞ്ഞേമക്ക ദുആ കൊണ്ട് വസിയത്താക്കങ്ങ. പഠിക്കര കാലം മുതൽ ഞങ്ങൾക്കും ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ചോറ് തന്നങ്ങ സഹായിച്ചങ്ങ. കിതാബ് വാഹനങ്ങൾ വസ്ത്രങ്ങൾ തന്നങ്ങ. നിരന്തരമായിട്ട് ഞങ്ങളെ ക്ലാസ് കേട്ടിട്ട് അതിൽ വേറെ ആൾമാർക്ക് എത്തുപാട്ടി കൊടുത്തിട്ട് ഖിദ്മത്ത് എടുക്കണങ്ങ. ക്ലാസ് വേനായിട്ട് പോസ്റ്ററും മറ്റും ആക്കി തന്നിട്ട് സഹകരിക്കണം. എല്ലാ ആൾമാർ അള്ളാഹു പരിശുദ്ധമായ സ്വർഗത്ത് കിടക്കണമെങ്കിൽ സ്വർഗം ആഗ്രഹിക്കണമെങ്കിൽ മുത്തു മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാ ആൾമാരെയും ഉൾപ്പെടുത്തണേ. അള്ളാഹ് ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.